കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇന്ത്യൻ ഫിലോസഫിയിലെ സ്കൂൾസിനെ പറ്റിയിട്ടാണ്. അതിൽ രണ്ട് തരം സ്കൂൾസ് ഉണ്ട്. ഒന്ന് ആസ്തിക ദർശനങ്ങൾ, നാസ്തിക ദർശനങ്ങൾ. അതായത് ഓർത്തഡോക്സ് ഇന്ത്യൻ ഫിലോസഫിയും ഹെറ്ററോഡോക്സ് ഇന്ത്യൻ സ്കൂൾസും. ഓർത്തഡോക്സ് ഇന്ത്യൻ സ്കൂൾസും ഹെറ്ററോഡോക്സ് ഇന്ത്യൻ സ്കൂൾസും. അതിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹെറ്ററോഡോക്സ് ഇന്ത്യൻ ഫിലോസഫി, അതായത് ഹെറ്ററോഡോക്സ് ഇന്ത്യൻ സ്കൂൾസിനെ പറ്റിയിട്ടാണ്. അതിൽ മൂന്നെണ്ണമാണ് പ്രധാനമായിട്ടുള്ളത്: ചാർവാക, ബുദ്ധിസം ആൻഡ് ജൈനിസം. ഈ മൂന്ന് സ്കൂൾസാണ് ഇന്ത്യൻ ഫിലോസഫിയിൽ ഹെറ്ററോഡോക്സ് ഇന്ത്യൻ ഫിലോസഫിയുടെ താഴെ വരുന്നത്. നമുക്ക് ആദ്യത്തെ സ്കൂളായിട്ടുള്ള ചാർവാക എന്ന് പറയുന്ന ഇന്ത്യൻ സ്കൂളിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ചാർവാക ദർശനം എന്ന് പറയുന്നത് ഇന്ത്യൻ മെറ്റീരിയലിസം. അതായത് ഇന്ത്യൻ മെറ്റീരിയലിസം നമുക്ക് എന്താണെന്ന് അറിയാം. കാരണം മെറ്റീരിയലിസം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ശരിക്കും കാണുന്നത് എന്തുവാണോ അവരുടെ വാലിഡ് നോളേജ് എന്ന് പറയുന്നത് എപ്പോഴും പെർസെപ്ഷൻ മാത്രമായിരിക്കും അവരുടെ വാലിഡ് നോളജ്. അതായത് അവർ കണ്ണുകൊണ്ട്, അവരുടെ സെൻസിലൂടെ അവർ തൊട്ടും കണ്ടും കേട്ടും അറിയുന്ന കാര്യങ്ങൾ മാത്രമാണ് റിയാലിറ്റി. അതായത് സോൾ, മൈൻഡ്, അങ്ങനെയുള്ള നമുക്ക് കാണാത്ത ആത്മാവ്, മനസ്സ്, അങ്ങനെയുള്ള കാണാത്ത കാര്യങ്ങൾ, അതായത് സ്വർഗം, നരകം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, അതായത് ആഫ്റ്റർ ലൈഫ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഇവരുടെ ഈ ചാർവാക ദർശനത്തിൽ അവർക്ക് വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ ഇന്ത്യൻ മെറ്റീരിയലിസം എന്ന് ഈ ചാർവാക ദർശനത്തെ പറയുന്നത്. ഇതിൻ്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് ബൃഹസ്പതി മഹർഷിയാണ് ചാർവാക ദർശനത്തിൻ്റെ ഉപജ്ഞാതാവായിട്ട് കണക്കാക്കുന്നത്. ചാർവാക എന്ന് പറയുന്ന വാക്ക് ചാരു എന്നും വാക്ക് എന്നുള്ള രണ്ട് സംസ്കൃത പദത്തിൽ നിന്നാണ് വന്നത്. ചാരു എന്നാൽ സ്വീറ്റ് എന്നാണ് ചാരു എന്ന വാക്കിൻ്റെ ലിറ്ററലി ഉള്ള മീനിങ്. അതുപോലെ തന്നെ വാക്ക് വേർഡ് എന്നുള്ള മീനിങ് ആണ്. ചാർവാക ദർശനത്തിൽ അവരുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള എൻഡ് എന്ന് പറയുന്നത് പ്ലഷർ മാത്രമായിരിക്കണം. അതായത് അവർ പറയുന്നത് നമ്മൾ ഈ മെറ്റീരിയൽ ആയിട്ടുള്ള ഈ ലോകത്ത് ജീവിക്കുന്നത് ആകെ ഒരേ ഒരു ജീവിതം മാത്രമേ നമുക്കുള്ളൂ. അത് നമ്മളെപ്പോഴും ആനന്ദത്തോടു കൂടി ജീവിച്ച് തീർക്കേണ്ടതാണ്. നമ്മുടെ ഇവിടെ ചെയ്യുന്നത് നല്ല കാര്യങ്ങൾക്ക് നമുക്ക് സ്വർഗം കിട്ടുമെന്നോ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലമായി നമുക്ക് നരകം കിട്ടുമെന്നോ ഇവർ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ലൗകിക ജീവിതത്തിൽ ജീവിച്ച് തീർക്കേണ്ടത് ഈറ്റ്, ഡ്രിങ്ക് ആൻഡ് ബി മെറി എന്നുള്ളതാണ് ചാർവാക ദർശനത്തിൻ്റെ ഒരു മോട്ടോ എന്ന് നമുക്ക് പറയാം. അതായത് തിന്നുക, കുടിക്കുക, ആഘോഷിക്കുക, ഓൾവേസ് ബി മെറി. അതായത് എപ്പോഴും ആനന്ദിച്ച് തന്നെ ജീവിക്കുക. നമ്മൾ ആകെയുള്ള നമ്മുടെ ഈ ജീവിതം ആനന്ദിച്ച് തന്നെ ഈ ലോകത്ത് തീർക്കുക. ഈ ലൗകിക ജീവിതം നമുക്ക് ആനന്ദിച്ച് തന്നെ തീർക്കേണ്ടതാണ് എന്നാണ് ചാർവാക ദർശനം പറയുന്നത്. ചാർവാക ദർശനത്തിൽ ബാക്കിയുള്ള ദർശനങ്ങൾ, നമ്മൾ ഓർത്തഡോക്സ് ഇന്ത്യൻ ഫിലോസഫിയിലെ ദർശനങ്ങളിൽ നമ്മൾ പഞ്ചഭൂതങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ചാർവാക ദർശനത്തിൽ ആകെ 4 അതായത് ഈ 4 കാര്യങ്ങൾ, ഈ 4 എർത്ത്, വാട്ടർ, ഫയർ ആൻഡ് എയർ എന്ന് പറയുന്ന ഈ 4 കാര്യങ്ങൾ കൊണ്ട് മാത്രമാണ് യൂണിവേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ മെറ്റീരിയൽ വേൾഡ് ഉണ്ടാക്കിയത് എന്നാണ് ചാർവാക ദർശനത്തിൽ പറയുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ആലോചിക്കേണ്ടത് ചാർവാക ദർശനത്തിൽ പഞ്ചഭൂതങ്ങളിലെ 4 കാര്യങ്ങൾ, അതായത് എർത്ത്, വാട്ടർ, ഫയർ, എയർ, ഈ 4 കാര്യങ്ങൾ മാത്രമേ ചാർവാക ദർശനത്തെ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ. ഈതർ എന്ന് പറയുന്ന ഒരു സംഭവത്തിനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു, ചാർവാകയുടെ വാലിഡ് നോളജ് എന്ന് പറയുന്നത് പെർസെപ്ഷൻ മാത്രമാണ്. പെർസെപ്ഷൻ എന്ന് പറയുന്ന ഒരു വാലിഡ് നോളജിന് ഉള്ളിൽ ഈ ഈതർ എന്ന് പറയുന്ന സാധനം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഈ 4 കാര്യങ്ങൾ മാത്രമേ പഞ്ചഭൂതങ്ങളിൽ നിന്നും ചാർവാക ദർശനത്തിൽ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ പുരുഷാർത്ഥങ്ങളിൽ ധർമ്മ, അർത്ഥ, കാമ, മോക്ഷ എന്ന് പറയുന്ന 4 പുരുഷാർത്ഥങ്ങളിൽ അർത്ഥം, കാമ എന്ന് പറയുന്ന ഈ 2 കാര്യങ്ങൾ മാത്രമേ ചാർവാക ദർശനത്തിൻ്റെ ഉള്ളിൽ പുരുഷാർത്ഥങ്ങളായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ. ഈ കാര്യങ്ങൾ മാത്രമല്ലാതെ ചാർവാകയിൽ എപ്പോഴും ആലോചിക്കേണ്ട കാര്യം ചാർവാകയിൽ മാറ്റർ മാത്രമാണ് അൾട്ടിമേറ്റ് റിയാലിറ്റി. ഈ മാറ്ററിൽ നിന്ന് തന്നെയാണ് ലൈഫും ഈ ലോകവും എല്ലാം സൃഷ്ടിച്ചിരിക്കുന്നതും നിലനിൽക്കുന്നതും. ചാർവാക ദർശനത്തിൻ്റെ അൾട്ടിമേറ്റ് റിയാലിറ്റി എന്ന് പറയുന്നത് തന്നെ മാറ്ററാണ്. അതുപോലെ നമ്മൾ ഈ ജീവിതത്തിൽ ഇപ്പോൾ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് എപ്പോഴും ഹാപ്പി ആയി തന്നെ ജീവിക്കണം. എപ്പോഴും ആലോചിക്കണം, ചാർവാക എന്ന് ആലോചിക്കുമ്പോൾ തന്നെ ഈറ്റ്, ഡ്രിങ്ക് ആൻഡ് ബി മെറി. തിന്നുക, കുടിക്കുക, ആനന്ദപരമായിട്ടിരിക്കുക. അങ്ങനെയാണ് ചാർവാക ദർശനം നമ്മളെ പഠിപ്പിക്കുന്നത്.